ക്രിക്കറ്റ് ഇൻറ്റൻഷനലി ഒരു സബ്ജക്റ്റാക്കിയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏതൊരു കഥാപാത്രത്തെയാണ് അല്ലെങ്കിൽ ഏതൊരു ഇൻസിഡൻറ്റിനാണ് നമ്മൾ സിനിമയാക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ഇമോഷൻ, അപ്പോൾ അത് ക്രിക്കറ്റാണ്. ഞാൻ എൻ്റെ മകനുമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ അവനെ കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സന്തോഷമാണ് ഈ സിനിമയുടെ തോട്ട്. അപ്പോൾ എന്തുകൊണ്ട് ആ ഇമോഷൻ ഉണ്ടായി, അതിൻ്റെ ഒരു കണ്ടെത്തലാണ്. അപ്പോൾ നമ്മുടെ പുറകിലേക്ക് പോകേണ്ടി വരും, നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോകേണ്ടി വരും, കൗമാരത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ആകത്തുകയാണ് 1983. അത് ആ ഒരു ഇമോഷൻ ക്രിക്കറ്റുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ ഫോട്ടോഗ്രാഫിയേക്കാളും ഇമോഷണലി കണക്ട് ചെയ്ത് കിടക്കുന്നത് ക്രിക്കറ്റാണ്. അതുകൊണ്ടാണ് എനിക്കറിയാവുന്ന വേറെ നമുക്ക് ജീവിതത്തിൽ ഓർമ്മയുള്ള വേറെ വിഷയങ്ങളുണ്ട്. ഫോട്ടോഗ്രാഫി ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഇൻസിഡൻസ് ഉണ്ട്, ഞാൻ വായിച്ചറിഞ്ഞ കഥകളുണ്ട്, പല കഥകളും പറയാനുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇത് ആദ്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളെ കളിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള സാധനമാണ് ആ മടൽ. ഇപ്പം തെങ്ങും തോപ്പും മടലുകളൊക്കെ ഇല്ലാതായിട്ട് എന്നാലും ഉണ്ട്, ഗ്രാമത്തിലൊക്കെ ഉണ്ട് ഇപ്പോഴും. എനിക്ക് തോന്നുന്നത് ഒരു 80s-ലെയും 90s-ലെയും കാര്യം മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ വരെ ഈ സിനിമ റിലേറ്റ് ചെയ്യാനുള്ള കാരണം നാട്ടിൻപുറങ്ങളിൽ ഈ പാടത്തും പറമ്പിലൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ക്രിക്കറ്റിൻ്റെ ഭാഷയ്ക്ക് അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ കളികൾക്കെല്ലാം ഇപ്പോഴും ആ ഒരു സ്വഭാവമുണ്ട്. കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവാം, ഇപ്പോൾ TV വന്നു അല്ലെങ്കിൽ ഇത്ര വ്യാപകമായി കമ്പ്യൂട്ടർ ഗെയിമൊക്കെ വന്നപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ടാവാം. എന്നാലും ഈ കളിക്കുന്ന നാട്ടിൻപുറത്തൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഞാൻ ഈ 2013-ലാണ് സിനിമ ഇത്. 2013-ൻ്റെ തുടക്കത്തിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് നടന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ വീണ്ടും ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ കളിക്കുന്ന പാടം അതുപോലെ സ്ഥലങ്ങളെല്ലാം പോയി കിടക്കുമ്പോൾ അവിടെയും ആ ഒരു ഭാഷയ്ക്ക് വ്യത്യാസമില്ല, സമാന സ്വഭാവമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതിൽ ഫണ്ട് ഒരു സമാന സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ, എനിക്ക് തോന്നുന്നു പുതിയ തലമുറയും ഈ 80-ഉം 90-ഉം കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ 2000-ലെയും അല്ലെങ്കിൽ 2014-ലെയും കുട്ടികൾ അത് റിലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ആ കാര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കാം, അതിൻ്റെ പൊതു ഭാഷയുള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ മടൽ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഈസിലി അല്ലേ, നമുക്കിപ്പോഴും ഒരു ബാറ്റ് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു മടൽ വെട്ടി നമുക്കിപ്പോഴും ഒരു ബാറ്റാക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കാലത്ത് കുറച്ചുകൂടെ വ്യാപകമായിരുന്നു. പിന്നീട് തടി ബാറ്റ്, ഈ മില്ലിൽ നിന്ന് അറപ്പിക്കുന്ന ചെറിയ പ്ലെയിൻ തടി കിട്ടും. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആ തടിക്ക് ഒരു 5 രൂപ ഒക്കെ ഉള്ളൂ ആ തടിയുടെ വില. 5 രൂപ അല്ലെങ്കിൽ 10 രൂപ കൊടുത്ത് നമുക്ക് മില്ലിൽ നിന്ന് അറപ്പിക്കുന്ന തടി കിട്ടുമായിരുന്നു. ആ തടി വെട്ടിയിട്ട് നമ്മൾ ബാറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ടോമി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനാണ് ഞങ്ങളുടെ നാട്ടിൽ ചെറുതായിട്ട് ഈ ബോൾ മിഡിൽ ചെയ്യുന്നതിൻ്റെ താഴെ ഏരിയയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ കൂർപ്പിച്ച് തന്നിട്ട് ആ ഏരിയയിൽ ചെറുതായിട്ട് വെയിറ്റ് ഉണ്ടാക്കിയിട്ട് ബാറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ കോർക്ക് ബോൾ വാങ്ങിച്ചിട്ട് ഡിഫെൻഡ് ചെയ്ത് കളിക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ചെറുപ്പത്തിലെ ക്രിക്കറ്റ് കളിച്ച നാടുണ്ട്, വല്ലകം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ തോടായിരുന്നു ചുറ്റും, പറമ്പിൻ്റെ ചുറ്റും തോടാണ്. അപ്പോൾ ഒരു അടിച്ചു കഴിഞ്ഞാൽ തോട്, പിന്നെ വീണ്ടും പറമ്പ്, വീണ്ടും തോട്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ റബ്ബർ ബോളാണെങ്കിൽ നമുക്ക് ഈ ഇത് കിട്ടും, ബോൾ നമുക്ക് തപ്പിയെടുക്കാൻ പറ്റും. കോർക്ക് ബോൾ പോയി കഴിഞ്ഞാൽ തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്ത് കളിക്കും, വലിയ 4ഉം 6 അടിക്കാതെ. അപ്പോൾ ആ സമയത്ത് ഈ ടോമിയുടെ ബാറ്റിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പിൻഭാഗം പുള്ളി ചെത്തി കൂർപ്പിച്ച് വെയിറ്റാക്കി കൊണ്ടുവരുമായിരുന്നു മിഡിൽ ചെയ്യേണ്ട ഏരിയയുടെ താഴെ. അപ്പോൾ അതൊക്കെ ഓർമ്മകളാണ്. നിവിനിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ ഒരു 16-17 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ നമുക്ക് ഈ ക്യാരക്ടറിനെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ ചെറിയ പ്രായം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പയ്യൻ എന്നുള്ളൊരു കാഴ്ചയിലാണ് സിനിമയുടെ തോട്ട് ആദ്യം തുടങ്ങിയത്. നമുക്ക് പ്രായമാകുമ്പോൾ ഇങ്ങനെ പ്രായം കെട്ടിക്കൊണ്ട് വരാം. പക്ഷേ കുറച്ച് ഏജ് താഴെ നിന്ന് തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ടീനേജിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഓപ്ഷൻ നോക്കിയപ്പോൾ എനിക്കൊരു നിവിനോട് എനിക്ക് നേരത്തെ പരിചയമുള്ളതുകൊണ്ടായിരിക്കാം ഒരു കംഫർട്ട് സോൺ തോന്നി. പിന്നെ നിവിനാണ് അതിന് ആപ്റ്റെന്ന് മനസ്സിൽ തോന്നി. പിന്നെ നിവിൻ ക്രിക്കറ്റ് കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിവിൻ്റെ പെരുമാറ്റം, നിവിൻ്റെ ചിരി, നിവിൻ്റെ മൊത്തത്തിൽ ആകത്തുക നിവിനുമായിട്ട് ആ ഒരു ചെറുപ്പം കറക്റ്റാവുമെന്ന് എനിക്ക് തോന്നി. പിന്നീട് മുന്നോട്ടുള്ള പോക്കാണ്. ഇപ്പോൾ ഈ 20കളിൽ അല്ലെങ്കിൽ പിന്നീട് 28, 30, 40കളിലേക്ക് പോകുന്ന ട്രാവലിൽ നിവിനൊരു നല്ല ആക്ടർ ആയതുകൊണ്ട് നിവിൻ ആ ഏരിയയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള നമ്മളൊരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ഒരു നല്ല ആക്ടർക്ക് മേളിലേക്ക് അങ്ങനെ വേണമെങ്കിൽ നിവിന് 70ഉം 80ഉം ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഞാനിന്ന്
രാവിലെ ഞാൻ ഇങ്ങോട്ടുള്ള ട്രാവൽ ഞാൻ എൻ്റെ കസിൻ ബിനു ഉണ്ടായിരുന്നു. അവനോട് ഞാൻ പറയായിരുന്നു, എന്തുകൊണ്ടാണ് ഒരു സിനിമ വിജയിക്കുന്നത്? നമുക്ക് അറിഞ്ഞുകൂടാത്തത്. നമുക്ക് ഏത് തരം സിനിമയാണ് ആൾക്കാർക്ക് ഇഷ്ടമാകുക? അതിന് പ്രത്യേകിച്ചൊരു നമ്മളിപ്പോൾ ഈ സിനിമ ചെയ്ത് ഇനി ഈ പാറ്റേണിലൊരു സിനിമ ചെയ്യാൻ പറ്റില്ല, വേറൊരു സിനിമ ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത് ആളുകൾ ഇഷ്ടപ്പെടുന്നത്? കുറേ ആൾക്കാർ വന്നു കഴിയുമ്പോൾ ആളുകൾ പതുക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഒരു ഭയങ്കര ക്രൗഡിൻ്റെ ഇടയ്ക്കുന്ന സിനിമ കാണുമ്പോഴുള്ളൊരു എൻജോയ്മെൻറ്റ് പിന്നെ അത് നേരത്തെ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ എന്ത് തരം സിനിമയാണ് ആൾക്കാർക്ക് ഇഷ്ടമാവുക? പെൺകുട്ടികൾക്ക് ഇഷ്ടമാവുന്നത് എന്താണ്? ഫാമിലിക്ക് ഇഷ്ടമാവുന്നത് എന്താണ്? ചെറുപ്പക്കാർക്ക് ഇഷ്ടമാവുന്നത് എന്താണ്? കുട്ടികൾക്ക് ഇഷ്ടമാവുന്നത് എന്താണ്? എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ചിലപ്പോൾ ഒരു സിനിമ മൊത്തത്തിലൊരു സക്സസ് ആവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായൊരു ഡെഫിനേഷനോ കൃത്യമായൊരു പാറ്റേണോ ഒന്നും, എല്ലാവരും ഇത് ഓടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് തരം സിനിമകളാണ് അവർക്ക് ഇഷ്ടമാകുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു ആസ് എ പ്രേക്ഷകൻ ഞാനിരുന്ന് സിനിമ ഇങ്ങനെ കണ്ടു നോക്കും. പിന്നെ ഞാൻ എൻ്റെ മകനെ ഞാൻ സിനിമ 10 വയസ്സുള്ള അവനെങ്ങനെ ഇത് കാണുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഈ സിനിമ എങ്ങനെ കാണുന്നു, എൻ്റെ 5 വയസ്സ് വരെ മോളെ ഞാൻ ഈ സിനിമ കാണിച്ചിട്ട് അവളെ ഏത് വ്യൂവിലാണ് ഈ സിനിമ കാണുന്നത്. പലരും പല വ്യൂവിലായിരിക്കും സിനിമ കാണുന്നത്. അവരുടെ ആംഗിളിൽ നമ്മൾ ചിന്തിക്കുന്ന ആംഗിളായിരിക്കില്ല അവർ സിനിമ കാണുന്നത്. അവർ വേറൊരു വ്യക്തിയാണ്, വേറെ തരം ചിന്തകളാണ്, വേറെ തരം കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഈ സിനിമയെ കാണുന്നതെന്ന് ഞാനിങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കും. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, സൗഹൃദ സംഘത്തിൽപ്പെട്ട ആൾക്കാരെ എങ്ങനെയാണ് കാണുന്നത് ഈ സിനിമ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു സിനിമ ചിലപ്പോൾ ഇവർക്കൊക്കെ ആവാം എന്ന് നമുക്ക് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഈ എല്ലാവരുടെയും കൂടെ ചിലപ്പോൾ ടേസ്റ്റ് ഒക്കെ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പം അതൊക്കെ പൊട്ടാം. പക്ഷേ നമ്മൾ വിശ്വസിക്കുകയാണ്, നമ്മുടെ കൂടെ നമ്മൾ സിനിമ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ കൂടെയുള്ള ഒരു സംഘം ആൾക്കാരുടെ ടേസ്റ്റിനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. എൻ്റെ ഭാര്യയുടെ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ, എൻ്റെ സുഹൃത്തുക്കളുടെ, അനിയന്മാരുടെ, സഹോദരങ്ങളുടെ, സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുടെ ഒക്കെ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കണ്ടിട്ട് അവർ പറയുന്നതൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ അവർ പറയുമ്പോൾ ഏകദേശം ഇതൊരു പാറ്റേണിലാണ് പോകുന്നതെങ്കിൽ നമ്മളത് ഏകദേശം സേഫ് സോണിലാണെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല, റിസ്ക് ഫാക്ടർ ഉണ്ടാവാം. പക്ഷേ ഈ സിനിമയുടെ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു. ഇനി അങ്ങനെ പോസിറ്റീവ് എനർജി വരുമ്പോഴായിരിക്കും നമ്മൾ അടുത്ത സിനിമ ചെയ്യുന്നത്.